ഹോ, ഞങ്ങളുടെ വീട്ടിൽ പോയ സമയത്തെ ഞങ്ങളുടെ വീട്ടിലെ പിള്ളേരുടെ തലയൊന്നും നിറച്ച് ഡാൻഡ്രഫാണ്. പിള്ളേരൊക്കെ തലമുടി വളർത്തി വലിയ ഇതായിട്ട് നടക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ തലയിലുണ്ടല്ലോ നിറച്ച് ഡാൻഡ്രഫ് എങ്ങനെയോ പിടിച്ചു. എൻ്റെ ചീപ്പിട്ട പിള്ളേർ തല ചീകി, അതിൻ്റെ മുഖാന്തരം എൻ്റെ തലയിൽ കൂടി ഡാൻഡ്രഫ് പിടിച്ചു. തലയിൽ ഇങ്ങനൊരു സംഭവമില്ലായിരുന്നേ. ഡാൻഡ്രഫ് തലയിൽ വന്നാൽ എന്തൊരു ചൊറിച്ചിലാണ്. ഞാൻ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഡാൻഡ്രഫിൻ്റെ ഒരു ഷാമ്പു ഉണ്ട്. അത് എൻ്റെ കയ്യിൽ അതിനുള്ളൊരു ഷാമ്പു ഉണ്ടായിരുന്നു, ഡോക്ടറെ കണ്ട് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഇത് പോയി. അന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഒരു പിന്നെ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു വാങ്ങിച്ചു പുരട്ടി. കുറച്ച് കുറവുണ്ട്. എന്തൊരു കടിയാണെന്നറിയോ ഡാൻഡ്രഫ് വന്നാൽ. എൻ്റെ പൂ ഞാൻ എൻ്റെ ചീപ്പിട്ട് വേറെ ആർക്കും ചീകാനൊന്നും കൊടുക്കത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിള്ളേരൊക്കെ എടുത്തിട്ട് ചീകുന്നേ. ആൺപിള്ളേരാണ്, പെൺപിള്ളേരൊന്നുമില്ല അവിടെ. ആകെ 2 ആൺപിള്ളേരേ ഉള്ളൂ. ഒരെണ്ണം ഇവിടെ ഇല്ല, ഒരെണ്ണം ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കുന്ന. ഒരെണ്ണേ ഉള്ളൂ, 16 വയസ്സുള്ള ഒരു ചെറുക്കൻ, +1 പഠിക്കുന്ന. എന്നെക്കാട്ടി മുടിയുണ്ട് ആ ചെറുക്കൻ, അറിയോ? അതിങ്ങനെ വളർത്തിയിരിക്കുമോ എന്തോ ഒരു ഈ മുടിയാണെന്നറിയോ, ഇങ്ങനെ ചുരുണ്ട വലിയ ഇങ്ങനെ മുടി. അന്നേരം വെട്ടെന്ന് പറഞ്ഞാൽ അവൻ മുടി വെട്ടത്തില്ല. അവൻ്റെ തല മൊത്തം ഡാൻഡ്രഫാണ്. ആ ഡാൻഡ്രഫായി തലയിൽ കയറിയിരിക്കുന്നത്. ഞാനിപ്പം ഷാമ്പു ഇട്ടുകൊണ്ടിരിക്കുക തലയിൽ. എന്നോ ചെയ്യാൻ പറ്റും? ഡാൻഡ്രഫ് വന്നാൽ ഭയങ്കര തലയ്ക്ക് ചൊറിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി പേനായിരിക്കുമെന്ന്. പേനല്ല. അന്നേരം ഞാൻ നോക്കിയപ്പം ഡാൻഡ്രഫാണ്, പേനില്ല. അവിടെ പോയി കിടക്കും ഇതാകുമ്പോഴേ പിള്ളേരുടെ തലയിൽ നിന്നൊക്കെ പേൻ കയറും. പിള്ളേർ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പേനും കൊണ്ടൊക്കെ, ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ തലയിൽ പേനാണ് ഇപ്പം ഈ ചൂടൊക്കെ. ഇതൊന്നും തലയൊന്നും ചീകത്തൊന്നുമില്ല. സൂക്ഷിക്കുമോ മുടി? പിള്ളേരൊന്നും സൂക്ഷിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആ പിള്ളേരുടെ തലയിൽ എന്തെല്ലാം ഉണ്ടോ നമ്മുടെ വീട്ടിൽ ചെന്നാൽ എൻ്റെ തലയിൽ കയറുമോ? അങ്ങനെ ഇപ്പം തലയത്ര ഡാൻഡ്രഫാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ.